Hello friends, welcome to my YouTube channel. In the YouTube channel, എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ഡേറ്റ സേവറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് നമ്മുടെ മൊബൈലിൽ നമ്മൾ പൈസ കൊടുത്ത് ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇന്റർനെറ്റ് ഡേറ്റ എങ്ങനെ സേവ് ചെയ്യാം, അതായത് അനാവശ്യമായി നഷ്ടപ്പെടാതെ എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചുമാണ്. രണ്ടും ഞാൻ പറയുന്ന ഈ രീതിയിലൂടെ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കും. അതായത് നമ്മുടെ ഇന്റർനെറ്റ് ഡേറ്റ സേവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റർനെറ്റ് സ്പീഡ് കൂട്ടുവാൻ സാധിക്കും എന്നുള്ളത്. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ടാകും. എല്ലാ ആപ്ലിക്കേഷനുകൾക്കും നമുക്ക് ഇന്റർനെറ്റിന്റെ ആവശ്യമില്ല, ഇന്റർനെറ്റിന്റെ സഹായമില്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും ഇത്തരം ആപ്ലിക്കേഷനുകൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുകയും അത് നമ്മുടെ ഫോണിൽ നിന്നും നമ്മൾ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്റർനെറ്റ് അവർ എടുക്കുകയും ചെയ്യും. അതായത് ഇന്റർനെറ്റിന് ആവശ്യമില്ലെങ്കിൽ പോലും അവർ നമ്മുടെ നിന്നും ഇന്റർനെറ്റ് എടുക്കും. കാരണമെന്ന് പറയുന്നത് അവരുടേതായ പരസ്യങ്ങളും മറ്റും നമുക്ക് തരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷനുകളും മറ്റുമൊക്കെ അവർ നേടിയെടുക്കുന്നതിനും മറ്റുമാണ് അവർ നമ്മുടെ നിന്നും ഇന്റർനെറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽ, അതായത് നമ്മൾ ഇന്റർനെറ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈലിൽ ഇന്റർനെറ്റ് എടുക്കുകയും നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്ന നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ ഇന്റർനെറ്റിനായിട്ട് ഉപയോഗിക്കുന്നത് ആ ആപ്ലിക്കേഷനിലേക്കുള്ള ഇന്റർനെറ്റ് കുറയുകയും അത് നമ്മുടെ ഇന്റർനെറ്റ് സ്പീഡിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ, നമുക്ക് ഇന്റർനെറ്റ് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളുടെ ഇന്റർനെറ്റ് ഡേറ്റ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾക്ക് കൂടുതൽ ഇന്റർനെറ്റ് കിട്ടുകയും അത് ഇന്റർനെറ്റ് സ്പീഡ് വളരെ ഇൻക്രീസ് ആവുകയും കൂടുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് രണ്ട് മാർഗങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് വഴിയും രണ്ടാമത് ഒരു ആപ്ലിക്കേഷൻ വഴിയും. നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് വഴി എന്ന് പറയുന്നത് നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം അവിടെ ഡേറ്റ യൂസേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഡേറ്റ യൂസേജ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും, നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും അവിടെ കാണുവാൻ സാധിക്കും. ആ ആപ്ലിക്കേഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ റെസ്ട്രിക്റ്റഡ് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും, നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷനിലേക്കുള്ള ഇന്റർനെറ്റ് ഡേറ്റ ബ്ലോക്ക് ആവും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനിലെ ഇന്റർനെറ്റ് ഡേറ്റ ആണോ അതായത് നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനുകളുടെ ഇന്റർനെറ്റ് ഡേറ്റയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത് അത്തരം ആപ്ലിക്കേഷനുകളെല്ലാം നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഫീച്ചർ വഴി. അപ്പോൾ രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ന് നിലവിലുണ്ട്. അൺറൂട്ടഡ് ഫയർവാളിംഗ് ആപ്ലിക്കേഷനുകൾ, അതുപോലെ തന്നെ ഡേറ്റ യൂസേജ് ആക്സസിംഗ് ആപ്ലിക്കേഷനുകൾ, അതുപോലെ തന്നെ ഡേറ്റാലി എന്ന് പറയുന്ന ആപ്ലിക്കേഷനുകൾ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ന് പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് തന്നെ ലഭ്യമാകും. ഇത്തരം ആപ്ലിക്കേഷനിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഡേറ്റാലി എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. കാരണം എന്ന് വളരെ സേഫ് ആണ്, സെക്യൂർ ആണ്. കാരണം ഗൂഗിളിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റാലി എന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. ആ ഡേറ്റാലി എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ഡേറ്റ യൂസേജ് എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആപ്ലിക്കേഷനുകളും ലിസ്റ്റ് അവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളുടെ ഡേറ്റ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളുടെ ഇന്റർനെറ്റ് ഡേറ്റ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്റർനെറ്റ് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾക്ക് മാത്രമായിട്ട് ഡേറ്റ കൊടുക്കാൻ സാധിക്കും. അത് നമ്മുടെ ഫോണിന്റെ ഇന്റർനെറ്റ് സ്പീഡ് കൂട്ടുന്നതിനും നമുക്ക് അനാവശ്യമായ ഇന്റർനെറ്റ് ഡേറ്റ നഷ്ടപ്പെടുന്നതിനും തടയാനും നമുക്ക് ഈ ഒരു ഫീച്ചർ വഴി നമുക്ക് സാധ്യമാകും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.